ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് എൻ്റെ കസിൻ ബ്രദറുടെ എൻഗേജ്മെൻ്റ് ആണ്. ഇപ്പോൾ പോയ ആളാണ് നമ്മളുടെ താരം. ഇതെൻ്റെ ഇളയമ്മയാണ്, എൻ്റെ അമ്മയുടെ അനിയത്തി. ഇളയമ്മയ്ക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മൂത്ത ആള് വിഷ്ണുവും ഇളയ ആള് വിദ്യയുമാണ് കേട്ടോ. അപ്പോൾ വിദ്യയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ വീഡിയോസിലൊക്കെ അവളെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ രാഹുലിനെ കാണാൻ ഒരു വഴിയില്ല കേട്ടോ. അവനങ്ങനെ വീഡിയോയിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല ഇതുവരെ. രാഹുൽ എന്നാണ് നമ്മൾ അവനെ വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ. അവൻ്റെ ഒറിജിനൽ നെയിം വിഷ്ണു എന്നാണ്. അപ്പോൾ അവൻ്റെ എൻഗേജ്മെൻ്റ് ആണ് ഇന്ന്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി വരുന്നുണ്ട്. ഇവിടെ സ്വന്തം വീട്ടിൽ നിന്ന് വേണം എല്ലാവരും ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ഒരുങ്ങി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. രാഹുലും ഞാനും ഏകദേശം സെയിം ഏജ് ആണ്, എന്നാലും ഒരു പൊടിക്ക് അവൻ എൻ്റെ ഇളയതാണ്. സ്കൂളിലൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ 1ാം ക്ലാസ് മുതൽ പഠിച്ചത് കേട്ടോ. പിന്നെ അതേ നമ്മൾ ഇറങ്ങാൻ സമയമായി. അപ്പം എല്ലാവരുടെ അനുഗ്രഹം എല്ലാം വാങ്ങുകയാണ്. ഇതാണ് രാജുമാമൻ, രാഹുലിൻ്റെ അച്ഛനാണ് കേട്ടോ. എൻ്റെ അമ്മമ്മയ്ക്ക് 10 മക്കളാണ് കേട്ടോ. അതിൽ 7 പെൺമക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബമാണ് കേട്ടോ. മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് നല്ലൊരു വലിയ കുടുംബം തന്നെയാണ്. അങ്ങനെ ദേ രാഹുൽ അമ്മയുടേതും മൂത്തമ്മയുടേതും മാമന്മാരുടെ എല്ലാ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ചെറിയൊരു രീതിയിലേ നടത്തിയിട്ടുള്ളൂ. കുടുംബക്കാരെല്ലാം വിളിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ 2 ബസ് തന്നെ വിളിക്കേണ്ടി വരും. എൻഗേജ്മെൻറ്റ് നമ്മൾ ചെറിയൊരു രീതിയിലാണ് കേട്ടോ നടത്തുന്നത്. അങ്ങനെ ദേ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെണ്ണിന് കൊടുക്കാനുള്ള ഹാമ്പർ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. മെറൂൺ ചുരിദാറാണ് കേട്ടോ നമ്മുടെ വിദ്യനെ പിന്നെ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മുടെ രാഹുലിൻ്റെ അനിയത്തി. പിന്നെ എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് മഞ്ചേച്ചിക്ക് ഒരു അനിയത്തിയാണ് തക്കു. പിന്നെ പുന്നാരനെ പിന്നെ നിങ്ങൾക്കറിയാലോ, അവക്കൊരു അനിയനാണുള്ളത് കാശി. ഇതൊക്കെ ചെല്ലപ്പേരാണ് കേട്ടോ, നമ്മൾ വീട്ടിൽ വിളിക്കുന്ന നിക്നെയിമാണ്. എനിക്ക് പിന്നെ അനിയനാണുള്ളതെന്ന് അറിയാലോ. പിന്നെ സൗമ്യേച്ചി ഉണ്ട്, സൗമ്യേച്ചിക്ക് ഒരു ചേട്ടനാണുള്ളത്. പിന്നെ ഞങ്ങൾക്ക് വേറെ 3 ചേച്ചിമാരുണ്ട് കേട്ടോ. അമ്മയുടെയൊക്കെ മൂത്ത ചേച്ചിയുടെ 3 മക്കള്, അവരൊക്കെ പാലക്കാടാണേ, അവരൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ അധികം സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ. ആദ്യം ചിരിച്ച ആളാണ് സൗമ്യേച്ചി. പിന്നെ ഇത് തക്കു, പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമ്മളിത് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങനെ നമ്മളിതേ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വന്നപാട് നല്ല തണുത്ത ഡ്രിങ്ക് വന്നിട്ട് അതങ്ങോട്ട് കുടിച്ചു. പിന്നെ ദേ നമ്മുടെ സാഗുവും മാമിയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല വെള്ളം കുടിയിലൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിന് ഇതാ വന്നു കഴിഞ്ഞു കേട്ടോ. ഇതാണ് പെണ്ണ്. ആളുടെ പേര് സ്നേഹ എന്നാണ് കേട്ടോ. അവരുടെ 2 ചിരിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? അതെ, നിങ്ങൾ ഉദ്ദേശിച്ച ശരി തന്നെയാണ്. ലവ് മാരേജ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. പരസ്പരം വർഷങ്ങളോളം സ്നേഹിച്ചിട്ട് അവർ കാത്തിരുന്ന ദിവസമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ആ ഒരു സന്തോഷം അവരുടെ 2 മുഖത്തും ഉണ്ടായിരുന്നേ. പിന്നെ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തു കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവൾ വരും. അതിനുശേഷമാണ് നമ്മൾ മോതിരം മാറ്റലും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ. മുകളിൽ ചെറിയൊരു പന്തലിട്ടോണ്ടേ വീഡിയോസിന് അധികം ക്ലാരിറ്റി ഇല്ല കേട്ടോ, ക്ലിയർ ഇല്ലാത്ത പോലെ ഉണ്ട്. എല്ലാവരും ഒരു ഇരുണ്ടിരിക്കുന്ന പോലെ. പിന്നെ ദേ നമ്മളിത് അവൾക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. അതായത് ഡ്രസ്സ്, മുല്ലപ്പൂ, ചെരുപ്പ് എല്ലാം ഒരുങ്ങാനുള്ള എല്ലാ സംഭവവും നമ്മൾ കൊണ്ടുവരും. അങ്ങനെ എല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് ദേ മോതിരം മാറാൻ വേണ്ടിയിട്ട് 2 ഇവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ 2 നന്നായി പ്രാർത്ഥിച്ചിട്ടോ. ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ്. പിന്നെ ദേ നമ്മുടെ സ്നേഹേൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് അമ്മ, തൊട്ടു പുറകിൽ നിൽക്കുന്നതാണ് അവളുടെ അച്ഛൻ കേട്ടോ. അങ്ങനെ സുരമാമൻ ദേ മോതിരമൊക്കെ കൊടുത്തു. ഇനി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടട്ടെ. പിന്നെ സ്നേഹയ്ക്ക് ഒരു ഏട്ടനാണ് ഉള്ളത്. മുകളിലിട്ട പന്തൽ കാരണമാണ് നമ്മുടെ വീഡിയോസിനൊന്നും ഒട്ടും ക്ലിയറും ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇനി അങ്ങോട്ട് ഫോട്ടോ എടുക്കൽ ചടങ്ങായിരുന്നു കേട്ടോ. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം കല്യാണ തീയതിയൊക്കെ സെറ്റാക്കുന്ന ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞു. അതിനുശേഷം നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല അടിപൊളി ബിരിയാണിയും ചള്ളാസും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ നന്നായിട്ട് ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ കുടുംബത്തിൽ കുറേ ആയി ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ വന്നിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ ചടങ്ങാണെങ്കിലും എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഇനി കല്യാണ വിശേഷങ്ങളൊക്കെ ആയി വരുന്ന സമയത്ത് ഞാൻ എല്ലാ കുടുംബക്കാരെയും വിശദമായി പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.